ഇതെന്താണെന്നറിയാമോ? ഇതാണ് പേപ്പർ കപ്പ്. ഈ പേപ്പർ കപ്പ് വിറ്റാൽ പോലും നിങ്ങൾക്ക് ആഫ്രിക്കയിൽ കോടീശ്വരനാകാം. കാരണം ഈ പേപ്പർ കപ്പ് പലപ്പോഴും ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യുകയാണ് ആഫ്രിക്കയിലെ പല രാജ്യങ്ങളും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കും ഇത് ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഒരു ചെറിയ മിഷൻ, ഒരു സാധാരണ ബേസിക് മിഷൻ നിങ്ങൾക്ക് അവിടെ കൊണ്ടുവന്നിട്ട് അവിടെ ഒരു പ്രോസസ്സിംഗ് യൂണിറ്റ് തുടങ്ങാം. ആ പ്രോസസ്സിംഗ് യൂണിറ്റ് നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ സർക്കാർ നിങ്ങൾക്ക് അവിടെ നിങ്ങളെ ഒരു സംരംഭകനായി പരിഗണിക്കുകയും നിങ്ങൾക്ക് ടാക്സ് ഹോളിഡേ തരും. കുറച്ച് വർഷങ്ങൾ നിങ്ങൾ ടാക്സ് ഒന്നും തരണ്ട, നിങ്ങൾ പരമാവധി സമ്പാദിച്ചോളൂ എന്ന് പറഞ്ഞ് ആഫ്രിക്കയിലെ പല ഗവൺമെന്റുകളും നിങ്ങൾക്കൊപ്പം നിൽക്കും. മാത്രമല്ല ഇതിൽ നിങ്ങൾക്ക് ഇന്നോവേഷൻസ് കൊണ്ടുവരാം. ഐ ലവ് ആഫ്രിക്ക എന്നൊക്കെ ഇതിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആഫ്രിക്കക്കാരൻ മിനിമം 2 കപ്പ് വെള്ളമെങ്കിലും ഇതിൽ കുടിച്ചെന്ന് വരും. മാത്രമല്ല ഇതിൻ്റെ പ്ലാസ്റ്റിക് വേർഷൻ ഉണ്ട്. പലപ്പോഴും നമ്മളിപ്പോൾ അത് ഉപയോഗിക്കാത്തൊരു സാധനമാണ്. ഇതിൻ്റെ പ്ലാസ്റ്റിക് വേർഷൻ ഉപയോഗിച്ചിട്ട് വലിച്ചെറിയാവുന്ന സാധനത്തിന് അവിടെ ഇന്ത്യയിലെ വിലയുടെ 10 ഇരട്ടിയോ അതിന് മുകളിലുമൊക്കെ വിലയുണ്ട് എന്ന് പറഞ്ഞാൽ അതാണ് സത്യം. സോ ഇറ്റ്സ് ഓപ്പർച്യൂണിറ്റി.